എന്താലു ആലോചിക്കണ ഒന്നുമില്ല, ആലോചിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരുപാട് ആലോചിച്ചാലൊന്നും ജീവിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. എന്നാലും ഇത്രയും അവളെ മനസ്സുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല. അവളെ മനസ്സിലേ ഇത്രയ്ക്കൊക്കെ ഉണ്ടെന്നേ. അവളെ സംസാരം മനുഷ്യനല്ലേ, ഈ മനുഷ്യന്റെ മനസ്സ് നമുക്കങ്ങനെ ചൂഴ്ന്നു നോക്കാൻ പറ്റുമോ? ചക്കയും മാങ്ങയൊക്കെ ആണെങ്കിൽ ചൂഴ്ന്നു നോക്കാം. എന്നാ ഇതിൻ്റെ ജോലി കിടക്കട്ടെ. എല്ലാ ദിവസവും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാ അമ്മ എന്തോ നിങ്ങള് റൂമിലിരുന്നിട്ട് ഇരിപ്പുറക്കണില്ല. നിങ്ങൾക്ക് രണ്ടായിരിക്കും നല്ല ഫീൽ ആയില്ലേ? ഇനി എന്തോരം ഫീൽ ചെയ്യാൻ കിടക്കണ്ട. ഇനി മരുമോനെങ്ങാനും വന്ന് നമ്മളെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയൂടെ, എങ്കിൽ നാണം കെട്ട് ചാവും. പിന്നെ അവൻ വല്ല ഇവിടെ വന്നിട്ട് പറയും നമ്മുടെ കൂടെ ഇരുന്നിട്ട് ആൾക്കാർ നമ്മുടെ സങ്കടപ്പെടുത്തി ഓക്കെ, പക്ഷെ പുറത്തുനിന്ന് ഒരുത്തും വന്നിട്ട് ഇവിടെ നടത്തൊന്നുമില്ല. അവ ഇവിടുന്നൊക്കെ അവനെ പറയലടാ. അവൻ പുറത്തുള്ളതല്ലേ, അവ അകത്തുള്ളതല്ലേ, നമ്മളിവിടെ ഉള്ളതല്ലേ? എനിക്കറിയാം, ഞാൻ സോറി അറിയാതെ പറഞ്ഞ. ഇല്ലേ നമ്മളെ തോറ്റു പോയാ? അച്ഛനും അമ്മയും എവിടെ തോക്കാൻ? അതെ, ആദ്യം ഈ ചർച്ച ഒന്ന് അവസാനിപ്പിക്കും. കാരണം അവൻ പറഞ്ഞാണ് കറക്റ്റ്. ചുമ്മാ ഇതിനെ കുറിച്ച് ആലോചിച്ച് വേസ്റ്റ് അടിക്കണം. എന്തിനും ഒരു ദിവസം വെറുതെ പോകും. എല്ലാരും ഇവിടെ ഒന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമായിരിക്കും അല്ലേ? അമ്മ അത് വിട്, ഞാൻ ഇന്നൊന്നും പറയില്ല. അമ്മ നീലേ പറയാണ്ടില്ലേ, അത് വിട് വിട്ടുകളാ എന്നല്ലാതെ ചുമ്മാ ഞാനെ പിടിച്ചോണ്ടല്ലേ. എന്താടി ഗ്യാസ് തീർന്ന് ഞാൻ അത് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാ. അയ്യോ, അപ്പൊ പണി കിട്ടിയല്ലേ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതെന്തോന്ന് അമ്മ ഇത്? വരെ അമ്മയ്ക്ക് വീട്ടിലെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാണ്ടായ അമ്മയ്ക്ക് ഫുൾ ടൈം ഓഫീസ് കാര്യത്തിലാണ് ശ്രദ്ധ. അതൊക്കെ നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ എല്ലാവരെയും ബാധിച്ചിട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഓഫീസിലെ മാനേജർ ആയാൽ മാത്രം മതിയല്ലേ, വേറെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും വേണ്ട. അതൊക്കെ അങ്ങ് കുഴിപ്പളത്ത് 3 ഗ്യാസ് വെച്ച് എപ്പോഴും ഫില്ലായിരിക്കും. ഈ ദാരിദ്ര്യം പിടിച്ച പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് നന്നോ. കവാലോക്ക് തന്നിട്ടല്ല നേരെ കുഴപ്പത്ത് 3 ഗ്യാസ് കുറ്റിണ്ട്. 2 കൊണ്ടുപാടി. എടി നീ കെട്ടണ മുന്നേ നീ മറ്റേ സ്വർണ്ണത്തട്ടിലാണ് ജനിച്ചത്. ഇവിടെ ഉള്ള സൗകര്യം വെച്ചല്ലേ നീ ജീവിച്ചത്. കുറെ നേരമല്ലടി കിടന്ന് നീ അമ്മയച്ഛന് കുറെ നേരമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത്, താത്തി കെട്ടിക്കൊണ്ടിരിക്കണത്. ഞാൻ കേട്ടോണ്ടിരിക്കണല്ല. നിന്റെ കല്യാണം തുടങ്ങി പലതും പറഞ്ഞിട്ടല്ല, പിന്നെ കണക്ക് പറയണമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും പറയണില്ല. അമ്മ ഉണ്ടായിരിക്കും. ചേച്ചിയെ, നമ്മുടെ ഒരു സാധാരണ കുടുംബമാണ്. ഇവിടെ സോപ്പ് വരും, ഗ്യാസ് വരും, കറണ്ട് കട്ടാവും, അങ്ങനെ പലതും സംഭവിക്കും. ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ ടക്കനെ മാറാനും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം വെച്ചാൽ ഇവർ നമുക്ക് തരണ്ടേ? ജനിച്ചപ്പോൾ വായിൽ വെള്ളി കരണ്ടിയായിട്ട് ജനിച്ചവർ തന്നെ ഇവർ രണ്ടുപേരും. എല്ലാം ഉപേക്ഷിച്ച് മക്കളുടെ പഠിത്തമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ചക്രശ്വാസം വിളിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇതൊന്ന് കഷ്ടമാ. നിങ്ങൾ എന്താ അന്യെ പോലെ കൊണ്ട് സംസാരിക്കണേ? ചേട്ടൻ നില്ലേ, ചേട്ടന്റെ 18,000 രൂപ ശമ്പളം ചേച്ചി പുച്ഛം അല്ലേ ചേച്ചി? ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ട ഏതെങ്കിലും ടീ പാർട്ടിക്കോ കല്യാണത്തിനോ പോയി കഴിഞ്ഞാൽ കൈ കിട്ടണ ഒരു മിഠായി തുണ്ടാണെങ്കിൽ അച്ഛൻ കഴിക്കൂല, എടുത്ത് മടിയിൽ കെട്ടി വെച്ചോണ്ട് വരും, വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ അമ്മ ഏതെങ്കിലും പൊതുച്ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കൂല, നമ്മളെ ഓർത്ത് കഴിക്കാതെ തിരിച്ചു വരും. ഇപ്പൊ ചേച്ചി വലിയ ആളായിപ്പോ അല്ലേ ചേച്ചി? ഞാൻ ഒന്നും പറയില്ല കേട്ടോ. നിനക്ക് ഇവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ കുഴപ്പളത്തോട്ടു, അതാ നല്ലത്. രണ്ടാളും ഒരു അക്ഷരം വേണ്ടി പോരുന്നു. അവളൊന്നും പറയാതെ കേട്ടല്ല. അവര് പറയട്ടെ അച്ഛാ, മറ്റുള്ളവർ ജീവിക്കണ പോലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാനത് കുറ്റം പറഞ്ഞതൊന്നുമല്ല, ഞാൻ അത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് കുഴിപ്പളത്ത് പോയി നിൽക്കാനായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് പോവാത്തേന്നറിയോ? എനിക്ക് കിട്ടണ പൈസ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സഹായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എനിക്കറിയാം അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ കെട്ടിച്ച് വിട്ടതും എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ. അല്ലാതെ ഞാൻ ആരും കുറ്റം പറയാനും അല്ലാതെ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ഇനി ആളൊന്നും പറയാതെ കേട്ടാ, ആവശ്യമില്ല പ്രശ്നമുണ്ട്.